ഹെഡ് ഫാക്ടർ യെല്ലോ ഡോമിനന്റ് ആണ് ആള്. ആൾക്ക് എന്താ വെച്ചാല് നല്ല വീക്കാണ് കേട്ടോ. നല്ല വീക്കാച്ചാൽ നല്ല വീക്കാണ്. ഫുഡൊന്നും എടുക്കുന്നില്ല ആള്. എഗ്ഗ് പൊട്ടിയ ബേർഡ് ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല. എന്റെ 2-3 ബേർഡ്സ് എഗ്ഗ് പൊട്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ കണ്ടില്ല. ഇപ്പൊ ഒന്ന് നീറ്റ് നടക്കാനൊക്കെ ഉള്ള ഉഷാറൊക്കെ ആയി. വെൽക്കം ബാക്ക് ടു ചാനൽ ബേർഡ് ചെക്കി. എൻ്റെ പേര് വിശാഖ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് മറ്റൊന്നല്ല, നമ്മൾ കുറച്ച് ദിവസം നമ്മളെ ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ബേർഡ്സ് കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീഅറേഞ്ച്മെന്റ്സ് കാര്യങ്ങളായിട്ടാണ് കേട്ടോ. അതിൽ കുറച്ച് ബേർഡ്സ് എഗ് ചെയ്ത് വിരിഞ്ഞ് അങ്ങനെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തായാലും അടുപ്പിച്ച് നമ്മളെ ചാനൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല, നമ്മളെ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഈ എഗ് ബൈൻഡിങ് എന്ന് പറഞ്ഞൊരു വിഷയം. എഗ് ബൈൻഡിങ് ഭയങ്കരമായിട്ടുള്ളൊരു വിഷയമാണ് ഈ എഗ് ബൈൻഡിങ് എന്ന് വെച്ചാൽ. എല്ലാവരും പറയും, മിക്ക ആൾക്കാരും ഡെഡായി പോകുന്ന വരെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ചോദിച്ചിരുന്നത് ഈ എഗ് ബൈൻഡിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബേർഡിന് എഗ് ബൈൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാനും അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ എൻ്റെ വീഡിയോയിലേക്ക്. അപ്പോൾ കൈസാ ഇതാട്ടോ ആള് നല്ല വീക്കാണ് കേട്ടോ. നല്ല വീക്കാച്ചാൽ നല്ല വീക്കാണ്. ഫുഡൊന്നും എടുക്കുന്നില്ല ആള്. അങ്ങനെ നോക്കിയാൽ തന്നെ രണ്ട് എഗ്ഗ് ഉണ്ട്. കേജിൽ 2 എഗ്ഗ് ഉണ്ട്. ആ 2 എഗ്ഗ് കഴിയുമ്പോൾ തന്നെ മുമ്പ് നല്ല വീക്കായിരുന്നു. പ്രോപ്പർ കാൽസ്യം കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ക്ലൈമറ്റിന്റെ ആണോ എന്താണെന്ന് അറിയൂല. പിന്നെ ഇവള് ഫസ്റ്റ് എഗ്ഗില് നമുക്ക് ചിക്സ് വിരിഞ്ഞില്ലായിരുന്നു. സെക്കൻഡ് നമ്മൾ ഫ്രീ കൊടുക്കുമ്പോഴേക്കും ആള് പിന്നെ എഗ്ഗ് ചെയ്ത് കണ്ടിന്യൂസ് ബ്രീഡിങ് ആയിട്ടായിരിക്കും മിക്കവാറും ഇവളെന്തായത് എഗ് ബൈൻഡിങ്ങിലേക്ക് എത്തിട്ടോ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഹെഡ് ഫാക്ടർ യെല്ലോ ഡോമിനന്റ് ആണ് ആള്. ആൾക്ക് എന്താ വെച്ചാല് എന്താ പറയാ, കുഴപ്പമൊന്നുമില്ല, കടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ബൈറ്റിംഗ് പവർ ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാല് ആള് നല്ല വീക്കായി പോയി. കണ്ടിന്യൂ ബ്രീഡ് ചെയ്തിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ആള് പറ്റ അവശ്യാണ് ആള്. കുഴപ്പമൊന്നുമില്ല, റിക്കവറി ആയി എടുക്കാവുന്നേ നമുക്ക്. കണ്ടോ ആളിങ്ങനെ കിടന്ന് തരുന്നുണ്ട് നമുക്ക് കയ്യിലേ. കണ്ടോ ആൾക്ക് അത്രയും വീക്കാണ് ആള്. അല്ലെ സമയം കണ്ടോ, അതേപോലെ സമയം എവിടെയെങ്കിലും പാറി പോകാനുള്ള കളി കളിച്ചിട്ടുണ്ടാവും. ഭയങ്കര ടയറാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇവർക്ക് ബെഗ് ബൈൻഡിങ് കാര്യങ്ങളൊന്നുമില്ല. എഗ്ഗ് ചെയ്ത് വീക്കായി പോയതാണ്. ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എഗ് ബൈൻഡിങ് വരികയാണെങ്കിൽ അധികം ടെൻഷനോ കാര്യങ്ങളൊന്നും അടിക്കാതെ തന്നെ ഒരു സിറിഞ്ചോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് ഇവരെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, കുറച്ച് ഓയിലി ആയാലും എന്തെങ്കിലും അടിച്ചു കൊടുത്ത ശേഷം പ്രസ് ചെയ്താൽ എഗ്ഗ് പുറത്തേക്ക് വരും. ഓക്കെ, ആ എഗ്ഗ് പുറത്ത് വന്ന ശേഷം ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട് എഗ്ഗ് പൊട്ടിയ ബേർഡ് ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. എൻ്റെ 2-3 ബേർഡ്സ് എഗ്ഗ് പൊട്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ തന്നെയാണ് എടുത്തത്. ഫസ്റ്റ് ടൈം മാത്രമേ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. 2-3 ടൈം ഞാൻ തന്നെയാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ പൊട്ടിയ വലിയ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബേർഡ് നല്ല പ്രോപ്പറായി നോക്കുകയാണെങ്കിൽ ബേർഡ് റിക്കവറി ആവും. ഞാൻ 2-3 ബേർഡ്സിനെ കാണിച്ചിട്ട് എഗ് ബൈൻഡിങ് വന്ന ഒരു പടുത്ത എഗ്ഗ് ചെയ്ത് മക്കളെ ഇറക്കി കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ എഗ് ബൈൻഡിങ് വരുന്നത് എന്താ വെച്ചാൽ പ്രോപ്പർ കാൽസ്യം, കണ്ടിന്യൂസ് ബ്രീഡിങ്, ചില സമയത്ത് ക്ലൈമറ്റ് ഇതിന് കാരണമാവാം. അങ്ങനെ കുറേ ഇഷ്യൂസാണ് ഈ എഗ് ബൈൻഡിങ്ങിന് കാരണം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവരെ ഇപ്പൊ ചെയ്യേണ്ട വെച്ചാല് ഇതാണോ ചെറിയൊരു കേജ്, ആ കേജിലേക്ക് മാറ്റുക. കാരണം എന്താ വെച്ചാൽ വെയില് കാര്യങ്ങൾ കൊള്ളാനും ഒക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ ഓൾ അതിലേക്ക് വിടുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എളുപ്പമാവും. മറ്റേത് ഫ്രൈ ചെയ്യുന്ന അത്രയല്ല, ട്രീറ്റ്മെന്റ് എളുപ്പമാവും ഇങ്ങനെ ചെറിയ കേജിലേക്ക് വെക്കുകയാണെങ്കിൽ. എന്നിട്ട് ഒരു ആന്റിബയോട്ടിക് എന്തെങ്കിലും കൊടുക്കുക. അതല്ലെങ്കിൽ കാൽസ്യം കുറവായതിന് കാൽസ്യലക്സോ അങ്ങനത്തെ വല്ല മെഡിസിൻസ് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാം ആളെ. നിലവിൽ എഗ് ബൈൻഡിങ് ഒന്നും കാണുന്നില്ല ആൾക്ക്. ഇപ്പോൾ ആള് രാവിലെ പറ്റ വീക്കായിരുന്നു. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഒന്ന് നീറ്റ് നടക്കാനൊക്കെ ഉള്ള ഉഷാറൊക്കെ ആയി. ഇനി നമ്മൾ കുറച്ച് നല്ല ഫുഡ് കാര്യങ്ങൾ നല്ല വൃത്തി വെച്ചു കൊടുത്താൽ ആൾ ഓക്കെയാണ്. ഇതിനിപ്പോ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ മെയിലിന് ഇടണം കേട്ടോ. ചില സമയത്ത് മെയില് ഫീമെയിൽസിന് ഫുഡ് കൊടുക്കും. അങ്ങനത്തെ സമയമാണ് ചില സമയത്ത്. അപ്പൊ എന്താ വെച്ചാൽ മെയിൽസിന് ഒപ്പം ഇടുകയാണെങ്കിൽ നല്ലതാണ്. ചിലർ പറയുന്നേക്കാം മെയിൽസിന് ഒപ്പിട്ടാൽ പിന്നെ മേറ്റ് ചെയ്ത് എന്താവും വിഷയാവെന്ന് പറയും. സാധാരണ സത്യമാണ്, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അങ്ങനെ മേറ്റിംഗ് കാര്യങ്ങളാണെങ്കിൽ മെയിലിനെ എന്ത് ചെയ്യാൻ മാറ്റാം, അല്ലെങ്കിൽ മെയിലിനൊപ്പം തന്നെ ഇടാം. അതാണ് നല്ലത്. ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. കാരണം എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ആട്ടോ എഗ് ബൈൻഡിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ കരുതുമ്പായി. അതിനുമുമ്പ് നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ്, തൊട്ടുള്ള ബെല്ലിലേക്ക് ഞെപ്പാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.